വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സൂപ്പർ. അല്ല, വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ഈസി ആയിട്ട് അത്യാവശ്യം റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ് കിട്ടാൻ ഏറ്റവും നല്ല പരിപാടി ഇസ്ലാമിന് രണ്ടാം കൊടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെയും അവഹേളിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതാണ് മിസ്റ്റർ നടേശൻ മുതലാളി കാണിച്ചത്. നടേശൻ മുതലാളിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾക്കറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. മൈക്രോ ഫിനാൻസ് തുടങ്ങി ഒരുപാട് പ്രോബ്ലത്തിൽ അകപ്പെട്ട് ഉഴറി കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നടേശൻ. അതിൽ നിന്ന് സേഫ് ആകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന BJPക്ക് കൊഴുത്ത് നടത്തുകയല്ലാതെ വേറെ വഴിയില്ല, നിർവാഹമില്ല. പലരും ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ വിവേചനം, വിഭാഗീയതയൊക്കെ എടുത്തു വെച്ച് പറയുന്നുണ്ട്. എനിക്ക് രണ്ട് പോയിൻ്റേ ചോദിക്കാനുള്ളൂ നടേശൻ്റെ അടുത്ത്. ഇപ്പോൾ ഈ പറയുന്ന ഒരു പെർസെൻറ്റേജ് ഇനത്തിൽ 69% മലപ്പുറത്തുണ്ട്, 28% എല്ലാ ഹിന്ദു കമ്മ്യൂണിറ്റി, 3% ക്രിസ്ത്യൻസ്. അതെനിക്കൊരു സമാധാനം കൊടുക്കുന്നുണ്ട്. എന്തായാലും ക്രിസ്ത്യൻസിൻ്റെ ആ കുത്തിത്തിരിപ്പ് ഇവിടെ പറ്റത്തില്ല, ശവക്കാരുടെ കുത്തിത്തിരിപ്പ് ഇവിടെ ഏക്കില്ല. മലപ്പുറം അതിൽ നിന്ന് സേഫാണെന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസമാണ്. അവർ അധികമുള്ളിടത്താണ് ഈ കുത്തിത്തിരിപ്പ് അധികം നടക്കുന്നത്. എനിവേ, ഇതേപോലെ തന്നെ പേഴ്സൻറ്റേജ് ഇനത്തിൽ മറ്റ് ജില്ലകളിൽ ഈ പറയണം ഇസ്ലാമിയർ കുറവും മറ്റു മതസ്ഥർ കൂടുതലുള്ളവരുണ്ട്. അവിടെ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ലേ? സംഘികളുടെ വേട്ടവളിയന്മാരുടെ കൂട്ടുകെട്ടാണ്. അവിടെ ബലാത്സംഘികളുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പേടിക്കണം. അങ്ങനെ എന്താ നടേശ് അണ്ണ പറയാത്ത? അണ്ണൻ എന്താ ഇത് കാണുമ്പോൾ പ്രശ്നം? അതോ അണ്ണൻ്റെ വീട്ടിലിരിക്കുന്ന ചെയ് പറഞ്ഞോ കാക്കമാർ സൂപ്പറാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഒരു കുസുമ്പാണ് അണ്ണ ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലായത്. എന്തോ സംതിങ് ഉണ്ട്. കാക്കമാരെന്തോ നിങ്ങൾക്ക് പണി തന്നുള്ള തർക്കമേ വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഇയാൾ പറ്റിച്ച, ചതിച്ച, വഞ്ചിച്ച ഒരുപാട് പേര്, ഒത്തിരി പേരുണ്ട്. അതുമാത്രവുമല്ല SNDP എന്ന് പറയുന്ന ഈ ഒരു അതിൻ്റെ സെക്രട്ടറിയായി ഇയാൾ 30 വർഷം തികയ്ക്കുകയാണ്. 11-ാം തീയതി ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെടുത്തുന്ന 3-4 മന്ത്രിമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ഡ ഫംഗ്ഷൻ അവിടെ സേഫാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ മൗനമായിരുന്നതിൻ്റെ റീസൺ, എനിക്ക് ആ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രി ഇയാളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന സംഗതികൾ എടുത്തു വെച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. നടേശ് അണ്ണൻ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആണെന്നും 30 വർഷമായി അള്ളു പിടിച്ചത് കണക്ക് ഈ ജനറൽ സെക്രട്ടറി പദവിയിൽ കയറി കുത്തിയിരിക്കുന്ന ഇയാൾ അതിന് അർഹനാണോ എന്ന് ചോദിച്ചാൽ ഇവർക്കിടയിൽ തന്നെ വിഘടിതമാണ്, ഇവർക്കിടയിൽ തന്നെ പ്രശ്നമുണ്ട്. പ്രതിനിധികൾ വോട്ട് ചെയ്തിട്ടാണ് ഇയാൾ വീണ്ടും എലക്ട് ചെയ്ത് അതിലേക്ക് വരുന്നത്. ഈ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഒരു 100 പേർക്ക് ഒരാൾ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പ്രതിനിധികൾ. ആ ആൾക്കാരെയും പൈസ കൊടുത്ത് ചേർത്ത് പിടിച്ചിട്ട് ഇയാൾ ആ പദവിയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. SNDP യോഗം എന്തിനായിരുന്നോ, അതിൻ്റെ മുൻപോട്ട് വെച്ച ആശയങ്ങൾ എന്തായിരുന്നോ, അവരുടെ തത്വങ്ങൾ എന്തായിരുന്നോ, അതിൻ്റെയൊക്കെ നേർ വിപരീതമാണ് ഈ പുള്ളി 30 വർഷമായി അതിനകത്ത് നിന്ന് കാണിക്കുന്നത്. അതിപ്പോൾ ഒരു കുടുംബ ട്രസ്റ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത് മണ്ട ശിരോമണികളായ ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ്. അവരത് ചെയ്യാത്തിടത്ത് നമ്മളതിനെപ്പറ്റി വലിയ വിഹല്യതകളൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. പ്രശ്നം ഇസ്ലാമിയരെ പറയുന്നതാണ്, പറഞ്ഞത്. അത് ഒരാളുടെ അസൂയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ശബ്ദമാണ്. അയാൾക്ക് മുടിഞ്ഞ അസൂയയാണ്. കാരണം അയാൾക്ക് ഇത്രയും പദവിയും പ്രമാണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ചുറ്റമായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ പൊതുസമൂഹത്തിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, പുള്ളിക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റ് ഇയാൾക്ക് കിട്ടുന്നുണ്ടോ? ഇയാളും ഏകദേശം ഈ ഒരു സമുദായത്തിൻ്റെ എന്തോ കൊണാണ്ടറാണ്. പുള്ളിക്കാരനെയും അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ളിടത്ത് ഇയാൾക്ക് കിട്ടുന്നതാണോ പുള്ളിക്ക് കിട്ടുന്നതാണോ? ഏതെങ്കിലും ഒരു മതവാദികൾ അല്ലെങ്കിൽ മതവിശ്വാസികൾ പാണക്കാട് ശിഹാബ് അലി തങ്ങൾ അപ്പോൾ ഉള്ള തങ്ങളെയോ ഒക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവർ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിലൊരു മോശമായ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? അത് മാതൃകയാണ്. തങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ അത് മാതൃകയാണ്. അവർ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇയാൾക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇയാൾ മാതൃകയാണോ എന്ന് ചോദിച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് അപമാനം, പ്രത്യേകിച്ച് SNDPക്ക് അപമാനമാണ് ഈ പറയുന്ന വ്യക്തി. മൈക്രോ ഫിനാൻസ് തൊട്ട് ഇങ്ങേയറ്റം കൊലപാതക കുറ്റങ്ങൾ വരെ പുള്ളിയുടെ പേർക്കുണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് ക്രിമിനലുകളാണ് അച്ഛനും മോനും. എത്ര കേസുകളുണ്ട്, ഉള്ളിൽ പോകാൻ കാത്തു നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ പറയുന്ന പ്രീണനമുണ്ടാകും. RSSകാരെ പ്രീണിപ്പിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളത് അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. അതിനാണ് പുള്ളി നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെയുള്ളതൊക്കെ മാറ്റിയിട്ട് പിന്നെന്താ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ അങ്ങനെ എന്തോ ഒരു ശ്ലോകമൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര ആളുകളെ ചേർക്കുന്നുണ്ടായിരുന്നു. ഏത്
സംഘികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പണ്ട് പറഞ്ഞത്, മകൻ മാത്രമാണ് അതിലെന്ന് പറയരുത്. അത് AK ആൻ്റണിയുടെ കാര്യത്തിൽ പോലും നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലുമല്ല. അച്ഛനും മകനും എന്നാണ്. അച്ഛൻ്റെ വഴി പിന്തുടരുകയേ മകൻ ചെയ്യുകയുള്ളൂ എന്നാണ്. മെജോറിറ്റി അങ്ങനെ തന്നെയായിരിക്കും. മാറി വന്നാൽ അച്ഛൻ മൗനമായിട്ട് അംഗീകരിക്കും. അല്ലാതെ ഞാൻ ഇതിൽ തന്നെ മകനെ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് അവർ രണ്ടുപേരിടത്തല്ലേ മീറ്റപ്പ് ചെയ്യുന്നത്. 100% രണ്ടുപേരും നല്ല പക്ക സംഘികൾ ആണ്. സംഘികളുടെ വായിൽ നിന്ന് ഇസ്ലാമിയർക്ക് നല്ലത് കേൾക്കും? ഒരിക്കലുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നിടത്ത് ഒന്നും പറയാനില്ല. അയാളെ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ആർക്കും റെസ്പെക്റ്റോ കരുതലോ ഒന്നുമില്ല. ഇതിനെ കേസ് കൊടുക്കുകയേ ഒരു മാർഗമുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കെതിരെ സംസാരിക്കുന്ന ഇസ്ലാം കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കുമ്പോൾ അപ്പുറത്ത് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൊരു നരേഷൻ എന്താണെന്നറിയാമോ? അവർ പറയുക, വളരെ നിസ്സാരമായിട്ട് പറയുക എന്താണ്, കണ്ടോ അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഉടനെ പറ്റുള്ളൂ കൊണ്ടുപോയി കേസ് കൊടുക്കും. പക്ഷെ അപ്പോഴും തളരാതിരിക്കുക. കേസ് കൊടുക്കുന്ന നല്ലൊരു സംഗതിയാണ്. കാരണം ഇവർ പറയുന്നത് തീവ്രവാദികളാണ്, പൊട്ടിത്തെറിക്കും, അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. പകരം നമ്മൾ കേസ് കൊടുക്കുന്നെങ്കിൽ നീതിപരമായി നിയമത്തിൻ്റെ വഴിയെ നമ്മൾ പോകുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം ചേഞ്ചസ് വിൽ ബി ദെയർ എന്നാണ്, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ അത് ആ രീതിയിൽ സംസാരിച്ചാൽ മതിയാവും. എൻ്റെ അറിവിൽ ഈ മലപ്പുറം സ്വദേശികൾ അങ്ങനെയല്ല എന്നാണ് ഒരുപാട് പേര് അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് മറ്റേ വെറുതെ അല്ല ഭാര്യ എന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞതൊക്കെ നെറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ 1-2 പേരെന്നല്ല, മെയിനായിട്ട് അവരവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് മലപ്പുറം ജില്ല എന്നുള്ളത്. അവർക്ക് അങ്ങനെ ഒരു സ്പർദ്ധത ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അവിടെ ഏത് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായാലും ഭിക്ഷ എടുക്കില്ല, അതിനൊരു അവസരം അവർ കൊടുക്കത്തില്ല. അത് നമ്മൾ ഈ ജില്ലകൾ തോറും യാത്രകൾ നടത്തുമ്പോൾ മാത്രം, മലപ്പുറത്ത് എത്തുമ്പോൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം സേഫ് ആൻഡ് സെക്യൂറായ ഒരു സ്പേസാണ് മലപ്പുറം. ഇവിടെയുള്ള മനുഷ്യർ അങ്ങോട്ട് കയറി അടിക്കും, ആക്രമിക്കും, കൊല്ലും, വെട്ടും എന്ന് പറയുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇന്നൊന്നുമില്ല, മുൻപേ ചെയ്യുന്നൊരു കാര്യമാണ്. മലപ്പുറം അവരെ ഭയപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇവിടെ അത്രയും യുണൈറ്റഡായി നിൽക്കുന്ന മനുഷ്യർ, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതൊക്കെ തന്നെയാണ്. ഞാനിപ്പോഴും പറയുന്നു, ഈ സ്ട്രെങ്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വോട്ടിടുമ്പോഴാണ്. നിങ്ങളിപ്പോഴും ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ ആക്രമിക്കുമ്പോൾ മലപ്പുറം ഇങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഇവിടെ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വോട്ട് കൊടുക്കുകയും അവരെ ജയിപ്പിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയും ചെയ്യരുത്. ഇപ്പോഴും ഇവിടുത്തെ വോട്ടർ ലിസ്റ്റും അല്ലെങ്കിൽ ബാക്കി ഈ ജയിച്ച ആളുകളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ പാർട്ടി അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനല്ല കൊടുക്കുന്നത്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പാർട്ടിക്കാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ എത്ര പേര് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു പോയവരുണ്ട്. ഇനി അതാവരുത്, ഇനി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം. അവരതാ പറയുന്നത്, നിങ്ങൾ തിരുത്താൻ പോകരുത്, ആണെന്ന് തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാ ആരെ പേടിക്കുന്നു, ആരെ മാറ്റുന്നു? അതെ, നിങ്ങൾക്ക് പക്ഷമുണ്ട്, നിങ്ങൾക്ക് പാർട്ടിയുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് മതവുമുണ്ട്. ഇല്ലെന്ന് പറയുമോ? ഇസ്ലാമിയർക്ക് മതമുണ്ട്. അതേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നിടത്ത് ഈ അലിഗേഷൻസും ഇതുപോലുള്ള വായ്ത്താളത്തിനും ഒരു അന്ത്യം വരും. ഇപ്പോൾ SNDP എന്ന് പറയുന്ന ഈ ഒരു സംഘടന, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് അവർ ഫേവർ ചെയ്യുന്നത് ആർക്കാണ് കൂടുതൽ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന നാരായണ ഗുരുവിൻ്റെ ടീമുകളാണ്. ശരിയല്ലേ? അദ്ദേഹത്തിന് മതമില്ല എന്ന് അദ്ദേഹം കോടതിയിൽ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ദൈവമൊക്കെ എവിടെ വെച്ചിരിക്കുകയാണ്? അതെല്ലാം പോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ അവിടെ നടക്കുന്നത് എന്താ? ഈഴവ കമ്മ്യൂണിറ്റിക്കല്ലേ അവർ പ്രിവിലേജും ഇതും കൊടുക്കുന്നത്, അക്സെപ്റ്റൻസും കൊടുക്കുന്നത്. ഈഴവാസ് മുൻപ് അനുഭവിച്ചിരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന ഈഴൻ ദേശവാസികളെന്ന് പറഞ്ഞ രീതിയിൽ അകറ്റി നിർത്തിയിരുന്ന അവർക്ക് അനുഭവിച്ചിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇസ്ലാമിയരാണ്. അത് അവർക്കറിയാം, അവർക്കിടയിലുള്ള മനുഷ്യർക്കറിയാം. അത് ഈ പ്രതിനിധി എന്ന് അവകാശപ്പെടുന്ന ഇയാൾ പറയുമ്പോൾ നമ്മൾ അവരെ മാറ്റി നിർത്താനോ മോശം പറയാനോ പോകരുത്. അവരിൽപ്പെട്ട പലരും തുറന്ന് സമ്മതിച്ചൊരു കാര്യമാണ്. അതുമാത്രമല്ല, നാരായണ ഗുരുവിൻ്റെ ഏറ്റവും നല്ലൊരു അടുത്തൊരു സുഹൃത്ത് ആരാണ്? അബ്ദുൽ ഖാദർ ആണെന്നറിയാം, മൗലവിയായിരുന്നു. അതും അറിയാം. അവരും ഒന്നും യുക്തിവാദികളൊന്നും ഭക്തിവാദികളൊന്നും അല്ല, അവരും ഇസ്ലാമിൻ്റെ വക്താക്കൾ തന്നെയായിരുന്നു. പക്ഷെ സൗഹൃദം ബലപ്പെട്ടിരുന്നു. ഒരു യുക്തിവാദി ചിന്താധാരയുള്ള നവോത്ഥാന നായകനിക്ക് പോലും മാറ്റി നിർത്തണമെന്ന് തോന്നാത്ത ഇസ്ലാമിയരെ മാറ്റി നിർത്തണമെന്നും മോശക്കാരാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന RSSൻ്റെ ആ ഒരു കൊടിക്ക് ഇയാൾ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ്.
കേസ് കൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളതാണ്. പക്ഷേ ഞാനിപ്പോഴും പറയും 11-ാം തീയതി നടക്കുന്ന ഒരു ഫംഗ്ഷൻ, അതിനുശേഷം ഞാൻ എൻ്റെ വ്യൂ പറയുന്നതായിരിക്കും. അതുവരെ ഞാൻ വേണ്ടിയില്ല. എനിക്കറിയണം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് പിണറായി വിജയൻ, ഇങ്ങനെ ഒരു വിഭാഗത്തിനെ അവഹേളിച്ച, മരുമകൻ അവിടെ ഉണ്ടല്ലോ, ആ വിഭാഗത്തിനെ അവഹേളിച്ച ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ഇനം അതെന്താണെന്ന് അറിഞ്ഞ ശേഷം മാത്രം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നിങ്ങൾക്കതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് ഇൻബോക്സിൽ ഒന്ന് റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ റീസൺ ഈ ഒരു വിഷയം ഒന്നാകട്ടെ. 11-ാം തീയതിക്ക് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ ഇല്ല, തൽക്കാലം ഇതേ ഉള്ളൂ. എന്താ പറയണേ, ഈ പൊട്ടൻ്റെ ഇതിന് ചെവി കൊടുക്കുന്നു, അങ്ങനെ എന്തോ ഒരു ബനാന ടോക്ക് ഉണ്ട്, അത് മാത്രം കൺസിഡർ ചെയ്താൽ കേസിൻ്റെ വഴിക്ക് പോട്ടെ. കേസൊന്നും അയാൾക്ക് ഒരു പുത്തരിയൊന്നുമല്ല. അതിനൊക്കെ അയാൾക്ക് പ്രത്യേകിച്ച് ആൾക്കാരുണ്ടാവും, അത് ബാധിക്കും, അത് എടുത്ത് ദൂരെ കളയും. കുറച്ച് ഇതൊരു ചാനൽ ചർച്ചയ്ക്ക് പാത്രമാകും എന്നതിനപ്പുറം അതിൻ്റേതായ മൂല്യം കൊടുത്ത് അതിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് തിങ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചരിത്രം പറയാനോ അയാളെ വാൺ ചെയ്യാനോ അയാൾക്കെതിരെ ഭയങ്കര അലിഗേഷൻ പറയാനോ ഒന്നും ഞാൻ വരുന്നില്ല. അയാളുടെ അഭിപ്രായമാണ് അയാൾ പറഞ്ഞത്. ആ അഭിപ്രായം കൃത്യമാണ്. കാരണം അസൂയ മൂത്ത് ഭ്രാന്തായ ഒരു വൃത്തികെട്ടവനിൽ നിന്ന് നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അയാൾക്ക് ശുദ്ധ ഭ്രാന്താണ്. അയാൾ കാരണം നാണം കെട്ടിരിക്കുന്ന ഒരു സംഘടനയും നമ്മളിതിനകത്ത് പിടിക്കേണ്ട. 30 വർഷമായി അള്ളു പിടിച്ച കണക്ക് കയറിയിരിക്കുന്ന ഇയാളെ എടുത്തു മാറ്റി മറ്റൊരാളെ അവിടേക്ക് വെക്കാൻ പോലും കഴിയാത്ത നിസ്സഹായരായ കുറച്ച് മനുഷ്യരാണ് അവർ ബലപ്പെട്ടത് പോലും ഇസ്ലാമിയർ ചേർന്നപ്പോഴാണ്. ഇനിയും അങ്ങനെ ഒരു ചേർച്ച വന്നാൽ മാത്രമേ ഈ പടുപൊട്ടനെയും പടുപൊട്ടൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് SNDP എന്ന് പറയുന്ന ഈ സംഗതി പോലും സേവാവൂ എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു.